പ്രൈസ് ലോർഡ്, ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്നും ഒരു കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ മൃഗങ്ങളുടെ എല്ലാം സംസാരിക്കുന്ന കഴുതയെക്കുറിച്ചും എല്ലാം നാം പഠിച്ചു. നാം കഥ കേട്ടതാണല്ലോ. പിന്നെ യേശു സഞ്ചരിച്ച കഴുതയെക്കുറിച്ചും എല്ലാം നാം കഥകളൊക്കെ കേട്ടു. എന്നാൽ ഇന്ന് ഇന്നിവിടെ കേൾക്കാൻ പോകുന്നത് ഒരു പ്രാവിൻ്റെ കഥയാണ്. പ്രാവിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. സുവിശേഷത്തിലും അതുപോലെ തന്നെ പഴയ നിയമത്തിലും എല്ലാം പ്രാവിനെക്കുറിച്ചും പ്രാവ് ചെയ്ത ദൗത്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ആ പ്രാവിൻ്റെ കഥ കേൾക്കാം. എത്ര സന്തോഷത്തോടു കൂടിയാണ് ആ കഥ പറയുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കണ്ടേ. എന്നെ നിങ്ങൾക്ക് നന്നായിട്ടറിയാം എന്ന് കരുതുന്നുവെങ്കിലും ഞാൻ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. സീനാർ ദേശത്തിലുള്ള കേദാർ മരത്തിലായിരുന്നു എൻ്റെ കൂട്. നേർത്ത ചുള്ളിക്കമ്പുകൾ കൊണ്ട് തൂവലും കൊണ്ട് ഞാനത് മനോഹരമാക്കി. ഞാനും എൻ്റെ 2 മക്കളും വളരെ സന്തോഷത്തോടെ ആ കൂട്ടിൽ പാർത്തു. ഞാനവരെ ചിറകുകൊണ്ട് അവരെ തൊട്ട് തലോടി, ചുണ്ടുകൾ കൊണ്ട് ഉമ്മ വെച്ച് അവരോടൊക്കെ ഉമ്മ വെച്ചു. അവരാകട്ടെ പുതിയ ലോകം കാണാനും പറക്കാനും വെമ്പൽ കൊള്ളുകയായിരുന്നു. പിന്നെ എനിക്ക് അവരെക്കുറിച്ച് ആലോചനയായി. നാളെ മുതൽ പുതിയ തീറ്റിയ സ്ഥലം കണ്ടുപിടിക്കണം, നെന്മണികൾ കൊണ്ടുവരണം, അവരെ പറക്കാൻ പഠിപ്പിക്കണം, അവർ ആകാശത്തോളം പറക്കണം. അങ്ങനെ ചിന്തിച്ച് ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ ഞെട്ടി എഴുന്നേറ്റു. അവിടെ അടുത്ത് നോഹ എന്ന അപ്പച്ചൻ ഒരു പെട്ടകം പണിയുന്നുണ്ട്. ദൈവം പറഞ്ഞു ഞാൻ അങ്ങോട്ട് താമസം മാറ്റണമെന്ന്. എനിക്കൊന്നും മനസ്സിലായില്ല. എൻ്റെ വീടിന് എന്താണ് കുഴപ്പം? നല്ല ബലമുള്ള ചുള്ളിക്കമ്പുകൾ കൊണ്ട് ഞാൻ അത് പണിതിട്ടുണ്ട്. എങ്കിലും ദൈവം പറഞ്ഞതനുസരിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. എങ്കിലും എൻ്റെ കുഞ്ഞുമക്കളെ പിരിയുവാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. എന്തു ചെയ്യും? വല്ല കാട്ടുമൃഗങ്ങളും അവരെ തിന്നുകളയുമോ? അപ്പോഴാണ് പെട്ടകത്തിൽ കയറാനുള്ള കാഹള ശബ്ദം കേട്ടത്. അടുത്തുള്ള മരത്തിലെ കാക്കച്ചിയെ ഞാൻ എൻ്റെ മക്കളെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് പറന്നു. അപ്പോൾ കാക്കച്ചി പറയുന്നത് കേട്ടു, പിള്ളേരെ നേരെ ചൊവ്വാൻ നോക്കാൻ കഴിയാത്തത് കൊണ്ട് ദൈവദർശനം കണ്ടെന്നും പറഞ്ഞു പോവുകയാണെന്ന്. ഞാനൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഞാൻ പെട്ടകത്തിലെത്തി. എൻ്റെ ചെറിയ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി കഴുകനാണെന്ന് ഞാൻ കരുതിയിരുന്നത്. അതിലും വലിയൊരു പക്ഷി, ഒട്ടകപക്ഷി എന്നാണ് പേര്. ആരോ പറഞ്ഞു. ഞാൻ വായും പൊളിച്ച് ആണ് നടന്നത്. എന്തൊക്കെയാണ് കാണുന്നത്? ദാ പോകുന്ന കാട്ടിലെ രാജാവ് സിംഹം. എന്നെ കാണണ്ട, ഒളിച്ചിരിക്കാം, ഈ ഗുഹയിൽ ഒളിക്കാം. അങ്ങനെ ഞാൻ ഒരു ഗുഹയിൽ ഒളിച്ചു. പക്ഷെ പെട്ടെന്ന് അത് ഉയർന്നു. ഒരു സഞ്ചിയിലായ പോലെ. അയ്യോ, അതൊരു മൃഗമായിരുന്നു. സഞ്ചിയിൽ ഞാൻ അകപ്പെട്ടു. ഞാൻ എന്നെ പുള്ളിയെ പരിചയപ്പെട്ടു. കങ്കാരു എന്നാണ് പേര്. കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കാനാണ് സഞ്ചി. കൊള്ളാം. എൻ്റെ ദൈവമേ, ഇതുപോലെ ഒന്ന് എനിക്കുണ്ടായിരുന്നെങ്കിൽ മക്കളെ വിട്ടു പോകണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശക്കുവാൻ തുടങ്ങി. അടുത്ത് കണ്ട മരത്തിൽ നല്ല പഴുത്ത പഴങ്ങൾ. അപ്പോഴാണ് ഞാൻ ഒരു പുഴുവിനെ കണ്ടത്. അതിനെ കൊത്തുവാനാഞ്ഞു. പുഴു പേടിച്ച് ചുരുണ്ടുകൂടി. അപ്പോഴാണ് നോഹ അപ്പച്ചൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർത്തത്. പരസ്പരം ആരെയും ഉപദ്രവിക്കരുതെന്നും. ഞാൻ പുഴുവിനൊരു പുഞ്ചിരി സമ്മാനിച്ചു. പുഴു നിശ്വാസം വിട്ട് മാളത്തിലേക്ക് പോയി. ഞാൻ ആ പഴുത്ത പഴം കൊത്തി. എന്താ മധുരം! ഇപ്പോഴൊരു നീണ്ട തല എൻ്റെ നേരെ ഉയർന്നു വരുന്നു. ഇയാൾക്ക് തല മാത്രമേയുള്ളൂ. മേലോട്ട് നോക്കിയപ്പോൾ ഞാൻ കണ്ടു നീണ്ട കഴുത്തും നീണ്ട കാലുകൾ തറയിൽ നിൽക്കുന്നു. പിന്നീടാണ് അത് ജിറാഫാണെന്ന് മനസ്സിലായത്. പിന്നീട് പ്രാർത്ഥനയുടെ സമയമാണ്. ഞങ്ങൾ പക്ഷികളാണ് പാടുന്നത്. കുയിലമ്മയാണ് പ്രധാന ഗായിക. അതിൻ്റെ ഗമ അവൾക്കുണ്ട്. അങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു അനക്കം. പുറത്തെന്തോ സംഭവിക്കുന്നതെന്നറിയില്ല. നോഹ അപ്പച്ചൻ മാത്രം ദൈവത്തെ സ്തുതിച്ചു. എന്തോ കാര്യമായി സംഭവിക്കുന്നുണ്ട്. എൻ്റെ പുന്നാര മക്കൾ എന്തായിരിക്കും ചെയ്യുന്നത് ഓർത്തിട്ട് വെപ്രാളമായി. ഉറക്കം കണ്ണുകളെ കീഴടക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു മെത്ത കണ്ണിൽപ്പെട്ടത്. ഓടി അതിൽ കയറി കിടന്നു. എന്തൊരു തണുപ്പ്, എന്തൊരു പതുപതുപ്പ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മെത്തയ്ക്കൊരു അനക്കം. അയ്യോ, അതൊരു പെരുമ്പാമ്പായിരുന്നു. പരസ്പരം ഉപദ്രവിക്കരുത് എന്നുണ്ടെങ്കിലും ഒരു അനുസരണമില്ലാത്തതാണ് പണ്ടേ ഹൗവാമ്മച്ചിയെ പറഞ്ഞു പറ്റിച്ചത് ഞാൻ കഥ കേട്ടിട്ടുണ്ട്. അപ്പോഴാണ് സ്വഭാവം മാറുന്നത് എന്നറിയില്ല. ഞാൻ പതുക്കെ അവിടെ നിന്ന് മാറി അടുത്ത് കണ്ട വൈക്കോൽ കൂനയിൽ കുഞ്ഞുമക്കളെ സ്വപ്നം കണ്ടാണ് ഞാൻ കണ്ണു തുറന്നത്.
ഇനി എത്ര നാൾ ഇവിടെ താമസിക്കണം? പുറത്ത് എന്താണ് നടക്കുന്നത്? ഒരു വഴിയുമില്ല. കാക്കച്ചി അവരെ നന്നായി നോക്കുന്നുണ്ടാകും, ആർക്കറിയാം. അപ്പോഴാണ് നോഹ അപ്പച്ചൻ എന്തോ വിളിച്ചു പറഞ്ഞത്. അദ്ദേഹം എന്നെ ചെറിയ വാതിൽ തുറന്ന് പുറത്ത് വിട്ടു. എന്ത് തണുപ്പാണ്! ഞാൻ വെള്ളത്തിൽ വീണു. അപ്പോഴേക്കും നോഹ അപ്പച്ചൻ കൈ നീട്ടി എന്നെ എടുത്തു. ഞാൻ പേടിച്ചു പോയി. ആകാശത്ത് നൂലുപോലെ വെള്ളം വീഴുന്നുണ്ട്. മഴ. നോഹ അപ്പച്ചൻ പറയുന്നത് കേട്ടു. അയ്യോ, വെള്ളമല്ലാതെ പുറത്ത് യാതൊന്നും കാണാൻ കഴിയുന്നില്ല. എൻ്റെ മക്കൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാകും? ഈ തണുപ്പത്ത് ഓർത്തിട്ടൊരു സമാധാനവുമില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം നോഹ അപ്പച്ചനെ എന്നെ പുറത്ത് വിട്ടു. രണ്ട് കുഞ്ഞുങ്ങളെയും കാണുവാനുള്ള ധൃതിയിൽ ഞാൻ ചിറകുകൾ ആഞ്ഞു വീശി. നിറയെ ചളി. അപ്പോഴതാ 2 ഒലിവിലകൾ. ഈ ഇലകൾ അപ്പച്ചന് കൊണ്ടു. വേഗം ഞാൻ കൊത്തിയെടുത്ത് കൊണ്ട് പെട്ടകത്തിൽ കയറി അപ്പച്ചന് കൊടുത്തു. അപ്പച്ചൻ എന്നെ ചേർത്ത് പിടിച്ചു. ഞാൻ വീണ്ടും പെട്ടകത്തിലായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്നെ പുറത്തു വിട്ടു. ഇത്തവണ കുഞ്ഞുമക്കളെ കണ്ടിട്ട് തന്നെ കാര്യം. ഞാൻ വേഗത്തിൽ ചിറക് വീശി പറക്കാൻ മറന്നു പോയിരിക്കുന്നുവോ? പണ്ടത്തെ വേഗത ഇല്ലാത്തതുപോലെ. എങ്ങും ദുർഗന്ധം മാത്രം. മരങ്ങളും കടപുഴകി വീണു. മനുഷ്യ ശരീരങ്ങളും ജന്തുക്കളും ശരീരവും ജീർണിച്ച് കിടക്കുന്നു. എന്തു പറ്റിയതാണാവോ? എനിക്ക് ഭയം വർദ്ധിച്ചു. ഞാൻ താമസിച്ച മരം വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അതെ, ഞാൻ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. കുഞ്ഞുമക്കളെല്ലാവരും പോയി. ദൈവവിളി കേട്ട് ഇറങ്ങി എനിക്ക് ഇങ്ങനെ സംഭവിച്ചുവല്ലോ എന്ന് ഞാൻ പരാതി പറഞ്ഞു. ഞാനോ ചെളിയിൽ ഉരുണ്ടു വീണു. പിന്നീട് ഞാൻ ഈ സംഭവങ്ങളെല്ലാം മറന്നു. പിന്നീടാണ് നോഹ അപ്പച്ചൻ ഒരു യാഗം കഴിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. ആ യാഗത്തിന് ഞാനും പങ്കെടുക്കുവാനായി പോയി. നോഹ അപ്പച്ചൻ പ്രാർത്ഥിച്ചിട്ട് എന്നെ എടുത്ത് യാഗത്തിലിട്ടു. കുഞ്ഞുമക്കളുടെ അരികിലേക്കാണല്ലോ പോകുന്നത് എന്നോർത്ത് ഞാൻ സന്തോഷിച്ചു. യാഗമായി തീർന്നു. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ ദൈവം എന്നെയും മാനിച്ചു. സമാധാനത്തിൻ്റെ ചിഹ്നമായി ലോകം തിരഞ്ഞെടുത്തത് എന്നെയാണ്. ഞാൻ ഒരു ഒലിവിലയുമായി പറന്നു വരുന്ന ചിത്രമാണ്. ലോകം എങ്ങും ഞാൻ പ്രശസ്തയാണ്. ഓരോ തലമുറയും എന്നെ ഓർക്കും. കർത്താവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ പ്രാവിനെയാണ് സമർപ്പിച്ചത്. യാഗം കഴിച്ച കർത്താവ് കർത്താവ് സ്നാനം കഴിഞ്ഞ് കയറിയപ്പോൾ ആത്മാവ് പ്രാവ് രൂപത്തിലാണ് സ്വർഗത്തിൽ നിന്നിറങ്ങിയത്. ഉപമയിലൂടെയും കർത്താവ് എന്നെ വെളിപ്പെടുത്തി. പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കാൻ. ദൈവം ഒന്നിനും ആർക്കും കടക്കാരനല്ല. ദൈവം പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നു പോകാതെ കർത്താവിൽ തന്നെ ആശ്രയിച്ചാൽ ദൈവം നമ്മെ മാനിക്കും എന്ന് എൻ്റെ കഥയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ കഥ നാം കേട്ടു. വളരെ അർത്ഥവത്തായ ഒരു കഥയാണ്. കാരണം ദൈവത്തിന് ഉപയോഗിക്കാൻ ആരെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് എന്നൊന്നും നമുക്കറിയില്ല. അതും കഴിഞ്ഞ കഥകളിലൂടെയെല്ലാം നാം മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് എപ്പോഴും ഒരുങ്ങിയിരിക്കണം. ഇവിടെ പറയുന്നില്ല, പ്രാവിനെ പോലെ നിഷ്കളങ്കരായി ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കുറവുകളെയും മാറ്റി നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നിഷ്കളങ്ക ഹൃദയം നമുക്ക് വേണം. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോഴും ദൈവം ഒരിക്കൽ അബ്രഹാമിനോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മുൻപിൽ നടന്ന് നീ നിഷ്കളങ്കനായിരിക്കുക. കാരണം നാം എപ്പോഴും പാപത്തിൻ്റെ സാത്താൻ നമ്മുടെ ചുറ്റും ഉണ്ട്. സാത്താൻ ഹവ്വയെ പരീക്ഷിച്ചത്. ഹവ്വ വലിയ പാപമൊന്നും ചെയ്തില്ലല്ലോ. നമുക്കറിയാം, ഹവ്വ ചെറിയൊരു അനുസരണക്കേട് മാത്രമേ കാണിച്ചുള്ളൂ. പക്ഷേ അതൊരു പാപമായിട്ടാണ് ദൈവം കണക്കാക്കിയത്. അതുപോലെ സാത്താനും വലിയ പാപമൊന്നും ചെയ്തില്ല. ഒരു അഹങ്കാരം. ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുന്നിൽ മേലെ അവനൊരു സിംഹാസനം വെക്കണമെന്ന് അതാണ് അവനും ആഗ്രഹിച്ചത്. അതൊരു പാപമായി. അപ്പം ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലുള്ള ചെറിയതോ എല്ലാം പാപമാണ്. പലപ്പോഴും നാം ചിന്തിക്കും കുലപാതകം, വ്യഭിചാരം, മോഷണം അതൊക്കെ പാപങ്ങളെന്ന്. പക്ഷേ ദൈവം അത് പാപമായിട്ട് തന്നെയാണ് കണക്കിടുന്നത്. പക്ഷേ എന്നാൽ ദൈവസന്നിധിയിൽ ഈ ചെറിയ കാര്യങ്ങൾ പോലും പാപമാണ്. അതുകൊണ്ട് നമുക്ക് ഈ പ്രാവിനെ പോലെ നിഷ്കളങ്കയായിരിക്കും. ആ പ്രാവ് തന്നെ പറയുന്നത് കേട്ടില്ലേ? പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും എല്ലാം പ്രാവിനെക്കുറിച്ച് നമ്മുടെ കർത്താവ് തന്നെ സാക്ഷീകരിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്കും കുഞ്ഞുമക്കളായ നമുക്ക്, സൺഡേ സ്കൂളിലൊക്കെ പോകുന്ന നിങ്ങൾക്കും ഈ കഥയെല്ലാം കേട്ട് ഇതിലെ അർത്ഥങ്ങളെല്ലാം മനസ്സിലാക്കി നമുക്ക് ജീവിക്കാൻ പഠിക്കാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ, എപ്പോഴാണ് ദൈവം നമ്മെ
വിളിക്കുന്നത് നമുക്കറിയില്ല. ആ പ്രാവ് കുഞ്ഞുങ്ങളോടൊപ്പം താമസിച്ചിരുന്ന സമയത്താണ് വിളിച്ചത്. ആ പ്രാവിൻ്റെ ദൈവത്തിൻ്റെ വിളി കേട്ട് പ്രാവ് തിരിച്ചിറങ്ങി വളരെ കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്ന കുഞ്ഞുങ്ങളെയൊക്കെ വേർപിരിയേണ്ടി വന്നെങ്കിലും ദൈവരാജ്യത്തിൽ ദൈവം മാനിച്ച ഒരു പ്രാവിനെ കുറിച്ചാണ് നാം കേട്ടത്. ദൈവം മാനിച്ചു, കർത്താവ് സാക്ഷ്യം പറഞ്ഞു പ്രാവിനെക്കുറിച്ച്. ഇതെല്ലാം നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമുക്കും മനുഷ്യരിൽ നിന്നുള്ള പുകഴ്ചയോ സാക്ഷ്യമോ അല്ല നമുക്ക് ആവശ്യം. നമുക്ക് ദൈവത്തിൽ നിന്നൊരു സാക്ഷ്യം പ്രാപിക്കണം. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. എല്ലാ മക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. ഗോഡ് ബ്ലെസ് ഓൾ.